ഈ ഫുഡ് ബ്ലോഗർമാർ പറയണതെല്ലാം കറക്റ്റാണോ? ഫുഡ് ബ്ലോഗർമാർ നമ്മളോട് പറയും പൊളി ഫുഡാണ്, സൂപ്പർ ഫുഡാണ്, മസ്റ്റ് ട്രൈ ആണ്, നിങ്ങൾ എന്തായാലും പോയി കഴിക്കണം എന്നൊക്കെ നമ്മളോട് പറയും. ഇപ്പൊ ഫുഡ് ബ്ലോഗ് ശരിക്കും പറഞ്ഞ ഒരു പെയ്ഡ് പ്രൊമോഷനായി മാറിയിരിക്കുകയാണ്. നമുക്ക് ഈ ഫുഡ് ബ്ലോഗർമാരെ എല്ലാവരുടെയും ബയോയിൽ കാണാൻ പറ്റും. ഓപ്പൺ ഫോർ കോള, പെയ്ഡ് പ്രൊമോഷൻ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് പൈസ കൊടുത്ത ഒരാളെ കൊണ്ട് ഒരു വ്ളോഗ് ചെയ്യിച്ചാൽ അയാൾ എന്നെ കുറിച്ച് മോശം പറയുമോ? അയാൾ എൻ്റെ ഫുഡിനെ കുറിച്ച് പറയുമോ? അയാൾ ഞാൻ കൊടുക്കുന്ന സർവീസിനെ കുറിച്ച് മോശം പറയുമോ? ഇല്ല. അപ്പോൾ അതിലൊരു ജെനുവിനിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫുഡ് ബ്ലോഗിലുള്ള ജെനുവിനിറ്റി എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും പെയ്ഡ് പ്രൊമോഷനിലേക്ക് തിരിഞ്ഞേക്കുകയാണ്. ഒരു ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ, ഒരു ഫുഡ് റിവ്യൂ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. എല്ലാവരും അവിടെ പോയി കഴിച്ച് അവരുടെ പൈസ വാങ്ങിച്ച് അവിടെ പോയി കഴിച്ചതിന് ശേഷം അവരോടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. സൂപ്പറാണ്, പൊളിയാണ്, അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ചെയ്യണം, നിങ്ങൾ എന്തായാലും പോകണം എന്ന് നമ്മളോട് പറയും. ഇത് കേട്ട് പോകുന്ന നമ്മളെന്താണ് അവസാനം മണ്ടന്മാരായി തീരും അല്ലേ? പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഫുഡ് റിവ്യൂ എപ്പോഴും ജെനുവിൻ ആയിരിക്കും. ഒന്നല്ലെങ്കിൽ ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല, വായിൽ വെച്ചിട്ട് സൂപ്പർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ ഫുഡിന്റെ ഒരു പോർഷൻ നിങ്ങൾ വായിലേക്ക് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് എന്തായിരുന്നു, ആ ഒരു ഫുഡ് നിങ്ങൾ സ്മെല്ല് ചെയ്തത് മുതൽ വായിലേക്ക് വെച്ച് അത് നിങ്ങൾ ചവച്ചിറക്കി ഉള്ളിലേക്ക് പോയതിന് ശേഷം വരുന്ന ആ ഒരു ഫ്ലേവർ അത് നിങ്ങൾ റിവ്യൂ ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞ ഒരു ഫുഡ് റിവ്യൂ എന്ന് പറയുന്നത്.